ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, എല്ലാവരും തിരക്കിലാവുമെന്നറിയാം. എന്നാലും ചിലപ്പോൾ ഒന്ന് കേട്ടോക്കി ഒരു നൊസ്റ്റാൾജിയക്കുള്ള വക കാണുന്നുണ്ട്. അതെ, സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമ്പോൾ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്, അടുത്ത വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഇൻഗ്രിതി എൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിൻ്റെ അർത്ഥം എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല നല്ല ഗുമ്മില്ലേ. എന്നിട്ടിപ്പം ഞങ്ങൾക്ക് എന്താ കാര്യം എന്നല്ലേ നിങ്ങൾ ആലോചിച്ച്. അങ്ങനെ വെറുതെ വേണ്ടടോ, നിങ്ങൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാം, പ്ലസ് അതിൻ്റെ കൂടെ കാണുകയും ചെയ്യാമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ പെട്ടെന്ന് ഓടി വന്നത്? എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മൾ സ്വന്തം കോഴിക്കോട് ബീച്ചാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറിയുണ്ട്. പണ്ട് വേനൽ അവധിക്കാണ് കടലില്ലാത്ത വയനാട്ടിൽ നിന്ന് കോഴിക്കോട് അമ്മേൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരാറുള്ളത്. കോഴിക്കോടേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി തീരെ ഉറങ്ങാനേ കഴിയില്ല. അതായത് അവിടെ പാരൊക്കെ ഉണ്ടാവും, കുടുംബക്കാരെല്ലാവരും വന്നിട്ടുണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, എവിടെയൊക്കെ പോകണം എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും മനസ്സിലൂടെ മൊത്തം ഉണ്ടാവുക. കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ടൂറ് പോകുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ്. കോഴിക്കോട് എത്തിയിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളതിൽ ആദ്യത്തെ ലിസ്റ്റിലുണ്ടാവുന്നതാണ് നമ്മളെ സ്വന്തം കടപ്പുറം. കസിൻസ് എല്ലാവരും കൂടി കടപ്പുറത്ത് കളിക്കാൻ എന്നുള്ളതിനേക്കാൾ ഉപരി രണ്ടാമത്തെ പ്രയോറിറ്റിയിൽ വരുന്നൊരു സംഭവമാണ് കടപ്പുറത്തുള്ള ഗ്രീൻ പീസും കല്ലുമ്മക്കായും കാടമുട്ടയും. അതിൻ്റെ കൂടെ ഒരു ചായയും. അത് വേറെ ലെവൽ ഫീലാണ്. അമ്മേൻ്റെ വീട്ടിലെത്തിയ അപ്പം തൊട്ട് പിന്നെ എന്നാ മാമൻ ഒഴിവുള്ള ദിവസം നോക്കി കാത്തിരിക്കലായിരുന്നു പരിപാടി. ഈ ബീച്ചിനെ കുറിച്ചും ഗ്രീൻ പീസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എന്താ എത്രമാത്രം പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. വയനാട്ടിൽ ജനിച്ച് വളർന്ന എനിക്ക് കടൽ എന്നും ഒരു കൗതുകം തന്നെയായിരുന്നു. വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് കല്യാണം കഴിച്ച് വരുമ്പം ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും കടപ്പുറത്ത് പോകാം, ഗ്രീൻ പീസ് തിന്നാം, കാടമുട്ട തിന്നാം എന്നൊക്കെയുള്ള പല പല മോഹങ്ങളായിട്ട് വന്ന ആളാണ് ഞാൻ. എന്നാ ഭാഗ്യം കൊണ്ടൊരു കാര്യം പറയാലോ. ഭർത്താവ് ഒരു മെക്കാനിക്കാണ്. ആഴ്ചയിൽ 6 ദിവസവും വണ്ടീൻ്റെ മുകളിലുള്ള മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ദിവസം ഞാൻ വണ്ടി എടുത്ത് എങ്ങോട്ടും പോകില്ല, എനിക്ക് ഫുൾ റെസ്റ്റ് വേണമെന്നുള്ള ഒരൊറ്റ തീരുമാനമുള്ള ആളെ കൊണ്ട് ബീച്ച് ആഴ്ചയിൽ പോയിട്ട്, മാസത്ത് പോയിട്ട്, വർഷത്ത് പോലും ഞാൻ ഇപ്പോൾ കാണാറില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എങ്ങാനും പോയി എന്ന് വിചാരിച്ചോ, ഉള്ള ബ്ലോക്കിൻ്റെ ഇടയിൽ മൊത്തം മൂപ്പര സ്വന്തക്കഥയും ശോകക്കഥയും ഞാൻ കേൾക്കേണ്ടി വരും. അതെ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് എനിക്ക് മനസ്സിലായി. ഇന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ബസ് കയറി പോയിക്കൂടെ എന്നല്ലേ. ബീച്ചിൽ പോയി കളിച്ച് വരുമ്പോൾ നനയൂലേ, പിന്നെ എങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിൽ വരും? എന്നിട്ടിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായി, ഉള്ളതും പോയി ഇണ്ണിയാമേന്നുള്ള മട്ടായി. എൻ്റെ കുട്ടിക്കാലം പോലെ തന്നെയാണോ നിങ്ങളെ കുട്ടിക്കാലവും? നിങ്ങൾ വയനാട്ടുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ വയനാട്ടുകാർക്കൊരു പ്രത്യേകത എന്ന് വിചാരിക്കേണ്ട, കോഴിക്കോട്ടുകാരാണെങ്കിലും എവിടെ ഉള്ളവരാണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. കഥേൻ്റെ ഇടയിൽ ഏതായാലും ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. എന്തായാലും അടുത്ത കഥയായിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ശരി, ബൈ.